കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. സ്വാഗതം ആശംസിക്കാനായി ശ്രീമതി ഷാന ടീച്ചറിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ വിപുലമായിട്ട് നമ്മുടെ പുതിയ അടുക്കളയുടെ ഉദ്ഘാടനവും ആനിവേഴ്സറി ഇരിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കാരണം ജനപ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല. തന്നെയില്ല, വിളിച്ച കുറേ വിശിഷ്ടാതിഥികൾക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെയോ മീറ്റിംഗ് ആലപ്പുഴയിലും ചമ്പക്കുളത്തും ഒക്കെ ആയിട്ടുണ്ട്. അതിനാൽ അവർ വന്നു സംസാരിച്ചിട്ട് പോയി. അത് കാരണം ഉദ്ഘാടനം നടത്താനിരുന്ന ഷൈൻ സാറിന് പകരമായിട്ട് നമ്മുടെ ഈ വർഷത്തെ 74ാമത്തെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതിനായി നമ്മുടെ SMC ചെയർപേഴ്സണും നമ്മുടെ സ്കൂളിൻ്റെ നിറസാന്നിധ്യവുമായ കുഞ്ഞുമോൾ ഷാജിയാണ് ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ശ്രീമതി കുഞ്ഞുമോൾ ഷാജിയെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ നെയ്ബറും അയൽപക്കക്കാരിയും അധ്യാപികയുമായ പുഷ്പ ടീച്ചറിനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. നമ്മുടെ സ്കൂളിലെ ഓരോ ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഉള്ള സ്കോളർഷിപ്പ് ടീച്ചറാണ് എല്ലാ വർഷവും നൽകുന്നത്. കുട്ടികളുടെ കാര്യം എപ്പോഴും ടീച്ചർ തിരക്കാറുണ്ട്. മത്സരങ്ങൾക്ക് പോകുമ്പോഴും അല്ലാതെ പഠന കാര്യങ്ങളും ഒക്കെ ടീച്ചർ ഇടയ്ക്ക് നമ്മളോട് അന്വേഷിക്കാറുണ്ട്. വളരെ സന്തോഷമാണ് നമ്മുടെ സ്കൂളിൽ വരുന്നതും പിള്ളേരുമായിട്ട് എപ്പോഴും സംവാദിക്കുന്നതും ഒക്കെ. കാരണം ഒരു അധ്യാപികയ്ക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് കുട്ടികളുമായിട്ടുള്ള അവരുടെ സമയം ചെലവഴിക്കുമ്പോഴാണ്. അത് റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ ടീച്ചറിനെ ഞാൻ സ്നേഹത്തോടെ ഈ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ അധ്യക്ഷനെ ആയിരുന്നു സ്വാഗതം ചെയ്യേണ്ടത്, വിട്ടുപോയി. കാരണം മറ്റുള്ളവരൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു ടെൻഷൻ കാരണം വിട്ടുപോയി. ക്ഷമിക്കണം അധ്യക്ഷൻ. അധ്യക്ഷനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കളെയും നാട്ടുകാരെയും നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഞാൻ ഈ വാർഷികാഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, കാരണം നിങ്ങളുടെ പരിപാടിയാണ്. നിങ്ങളാണത് മനോഹരമാക്കി തീർക്കേണ്ടത്. നല്ല കുട്ടികളായിട്ടിരുന്ന് അധികം സംസാരിക്കാതെ ശ്രദ്ധിച്ചു കേട്ട് എല്ലാ പരിപാടികളും നന്നായിട്ട് ചെയ്ത് മനോഹരമാക്കി തീർക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെയും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സ്കൂൾ അവസാന ഒരു വർഷം എന്ന് പറയുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് അടുത്ത ഒരു സ്കൂളിലേക്ക് പോവുകയാണ്. അവർക്ക് ഒത്തിരി മാനസികമായിട്ടുള്ള സന്തോഷം, ഉത്സാഹം നൽകുന്ന ഒരു ദിവസമാണിത്. കാരണം ആനിവേഴ്സറി എന്ന് പറയുന്നത് അവരുടെ ഈ സ്കൂൾ ജീവിതത്തിലെ ഒരു അവസാന ഘട്ടമാണ്. അത് ആ പിള്ളേർ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പഠിച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും ഒരു
എന്താ പറയുന്നത്, ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ചെയർപേഴ്സണായ ഞാൻ ഈ ഒരു കടമ നിർവഹിക്കേണ്ടതായിട്ട് വരുന്നത്. അല്ല എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുന്നു. ശില്പരമ്യ പദപീഠ ഭൂവിനും കോമള പ്രഭ മുഖരസമ്മറച്ചിരി പോറ്റി PTA പ്രസിഡന്റ് ശ്രീമതി ജെൻസി PJ അവരുടെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. HM ഷാനി ടീച്ചർ, ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി കുഞ്ഞിമോൾ ഷാജി SMC ചെയർപേഴ്സൺ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മുടെ സ്കൂളിൻ്റെ 74ാമത് വാർഷികം ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ മികവുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം. നമ്മുടെ കുട്ടികൾ ഇന്ന് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും മുൻപിൽ തന്നെയാണ് എന്നതിന് പല ഉദാഹരണങ്ങളും നമുക്ക് മുൻപിലുണ്ട്. എല്ലാ കുട്ടികൾക്കും IT പരിശീലനവും ഇംഗ്ലീഷ് ഗ്രാമർ പരിശീലനവും എന്നിവയിൽ നമ്മുടെ സ്കൂൾ മുൻപിൽ തന്നെയാണ്. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ HM നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സും. നമ്മുടെ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പൊതുവിദ്യാലയങ്ങൾ ഇന്ന് മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു എന്ന്. നമ്മുടെ അധ്യക്ഷ, അതുപോലെ നമ്മുടെ സ്വാഗതാശംസ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി ഷാൻഡി ടീച്ചർ, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ PTA ഉദ്ഘാടനം ചെയ്ത കുഞ്ഞുമോള്, മറ്റ് അധ്യാപകരെ, ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുമക്കളെ, ഏറ്റവും നല്ല എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഈ ദിവസം നമുക്ക് വാർഷികം നടക്കുന്നതാണ്. ആ വാർഷികത്തിൻ്റെ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഏറ്റവും സന്തോഷമാണ്. കാരണം ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ ഓരോ ചലനവും അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പും എല്ലാം കണ്ട് വളർന്ന് ഈ സ്കൂളിൽ പഠിച്ച് ഇവിടുന്ന് പോയി വെളിയനാട് സ്കൂളിലൊക്കെ പഠിച്ച് ഞങ്ങളങ്ങനെ കുറേ വർഷങ്ങൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിലും വരുന്ന സമയത്തൊക്കെ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇവിടെ വരുന്ന അധ്യാപകരാണെങ്കിൽ ഞങ്ങളെ ഏത് സമയം ഇങ്ങോട്ട് വിളിക്കുകയും അവർക്ക് ആദ്യം വരുന്നവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു കാലയളവാണ്. അപ്പം ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളായിരുന്നു. പണ്ട് ഇംഗ്ലീഷ് മീഡിയമോ ഒന്നുമില്ല. ഈ സ്കൂളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളും. അങ്ങനെ നല്ല വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ നടത്തി പഠിച്ച ഒത്തിരി മക്കൾക്കും അല്ലെങ്കിൽ ഒത്തിരി ആളുകൾക്ക് നല്ല നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. ഏതായാലും നമ്മുടെ ഈ സ്കൂള് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. കാരണം ഇടയ്ക്ക് സമയത്ത് ഒരു മന്ദത വന്നെങ്കിലും അത് ഇവിടെ വന്ന അധ്യാപകര് നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം കൊണ്ട് ഇതിന്റെ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കലാരംഗത്താണെങ്കിലും കായിക രംഗത്താണെങ്കിലും ഇവിടെ നടത്തേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ വേണ്ട രീതിയിൽ അവരുടെ കഴിവിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ പോർഷൻ തീർക്കേണ്ട സമയത്ത് അതെല്ലാം തീർത്തുകൊണ്ട് വേണം ഇതൊക്കെ നടത്താൻ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവരെല്ലാം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ
മറ്റുള്ള സ്കൂളിൽ കൊണ്ടുപോയി അവരുടെ പരിപാടിയിലൊക്കെ പങ്കെടുപ്പിച്ച് അവിടുന്ന് നല്ല സമ്മാനമൊക്കെ മേടിച്ചാണ് ഇവിടെ വരാറുള്ളത്. അവരുടെ ആ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സ്കൂൾ ഇതുപോലെ നിലനിന്ന് പോകുന്നത്. അത് കാരണം നമ്മുടെ ഒരു നാടിൻ്റെ വിളക്കാണ് ഈ സ്കൂളെന്ന് നമുക്കറിയാം. ഈ സ്കൂളില്ലെങ്കിൽ നമുക്ക് വേറെ പലയിടത്തും പോകേണ്ടേക്ക് വരും. പക്ഷേ ഇത് നിലനിർത്തേണ്ടത് നമ്മുടെ നാട്ടുകാരായ നമ്മുടെ തന്നെ ആവശ്യമാണ്. പഠിച്ചു വരുന്ന കാരണം ജയശ്രീ ടീച്ചർ വർഷങ്ങളായിട്ട് LKG UKG പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ടീച്ചറെന്ന് എനിക്കറിയാം. ടീച്ചർ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വാർത്തെടുത്തതിന് ശേഷം ആണ് അവര് നല്ല മക്കളെന്ന് തോന്നിക്കഴിയുമ്പോഴാണ് അവരെ യൂണിഫോം ഒക്കെ ഇട്ട് ബസ്സൊക്കെ കയറ്റി അവരെ വിടുന്നത്. പക്ഷെ ഇനി അത് ചെയ്യാതെ നമ്മുടെ ഈ സ്കൂളിലെ പഠനം മനസ്സിലാക്കി കുറെ പേരൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് വന്ന് നമ്മുടെ ഈ സ്കൂൾ നിലനിർത്തണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. അതുപോലെ നമ്മുടെ ഈ സ്കൂള് നല്ല മെച്ചപ്പെട്ട രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടുത്തെ ആശംസാ പ്രസംഗം അവസാനിക്കുന്നു. ഗവൺമെന്റ് LPS കുന്നംഗിരി 2025-2026 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. 1952 സ്ഥാപിതമായ ഈ സ്കൂളിന്റെ 74ാമത് വാർഷിക ആഘോഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഈ പ്രവർത്തന റിപ്പോർട്ട് സസന്തോഷം സമർപ്പിക്കട്ടെ. ആധുനിക വിദ്യാഭ്യാസ സാധ്യതകൾ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിൽ സജീവമായി നമ്മുടെ വിദ്യാലയം ജൈത്രയാത്ര തുടരുന്നു. 4 ചുവരുകൾക്കപ്പുറത്തേക്ക് ഹൃദയവിശാലതയുടെയും നിരീക്ഷണ ബോധത്തിന്റെയും സാമൂഹ്യ കാഴ്ചപ്പാടുകളുടെയും പുതിയ തലങ്ങളിലേക്ക് ജാലകങ്ങൾ തുറന്ന് പഠന പ്രക്രിയയ്ക്ക് വേറിട്ട അനുഭവങ്ങൾ പകർന്നുകൊണ്ട് കുന്നംകരിയുടെ വെളിച്ചമായി നമ്മുടെ വിദ്യാലയം തിളങ്ങി നിൽക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ നേട്ടങ്ങൾ ഇന്നത്തെ അഭിമാനം മാത്രമല്ല, നാളത്തെ വിജയത്തിന്റെ അടിത്തറയുമാണ്. മാർച്ച് 14 ശ്രീമതി കുഞ്ഞുമോൾ ഷാജി PTA പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 73ാം സ്കൂൾ വാർഷികത്തിൽ HM ശ്രീമതി ഷാലിനി ടീച്ചർ സ്വാഗതം ആശംസിച്ചു. ബഹുമാനപ്പെട്ട വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ശ്രീകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. ഗവൺമെന്റ് LPS കുന്നംഗിരി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ തല സമിതി രൂപീകരണം 1/4/2025 ചൊവ്വാഴ്ച രാവിലെ 10:30 നടത്തപ്പെട്ടു. ശ്രീമതി ബിന്ദു ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM ഷാലിനി ടീച്ചർ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് ബഹുമാനിയായ വെളിനാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ദീപ S ആധികാരികമായി സംസാരിച്ചു. മെയ് മാസത്തിൽ സ്കൂൾ പരിസരം വൃത്തിയാക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വിദ്യാലയ സുരക്ഷാ യോഗം ചേർന്നു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്ന പല പ്രവർത്തന പദ്ധതികളും കൂടി ആലോചിച്ചു. അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. തുടർച്ചയായ മഴ പെയ്യുന്ന സാഹചര്യമായതിനാൽ സ്കൂൾ തുറന്നത് 9-ാം തീയതിയാണ്. തുറക്കുന്നതിന് മുൻപ് ശുചീകരണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ PTCM ശ്രീ വിജേഷ് DK അവരോടുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു. പ്രവേശനോത്സവം. ജൂൺ 9 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട വെളിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ശ്രീകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുതിയതായി എത്തിയ കുഞ്ഞുങ്ങൾക്ക് അക്ഷരപ്പൂക്കൾ നൽകി. ട്രാഫിക് നിയമങ്ങൾ, ശുചിത്വം, മാലിന്യ സംസ്കരണം, ആരോഗ്യശീലങ്ങൾ, ഡിജിറ്റൽ അച്ചടക്കം, പൊതുമുതൽ സംരക്ഷണം, പരസ്പര സഹകരണം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ എടുത്തു. സ്കൂൾ അസംബ്ലി. എല്ലാ ദിവസവും രാവിലെ 9:50 സ്കൂൾ അസംബ്ലി ചേരുന്നു. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ നേതൃത്വം നൽകുന്നു. പ്രതിജ്ഞ, പ്ലെഡ്ജ്, ന്യൂസ് റീഡിംഗ്, GK, കടങ്കഥ, മഹത്വചനങ്ങൾ, ക്ലാസ്സിലെ മികച്ച പ്രവർത്തനാവതരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സൗജന്യ പാഠപുസ്തക വിതരണം, സൗജന്യ യൂണിഫോം വിതരണം കൃത്യമായി നടത്തി. ശ്രീമതി ആതിര TC LPST ട്രാൻസ്ഫർ ആയ ഒഴിവിലേക്ക് ശ്രീമതി ജോസ്ന ജോസ് LPST ആയി ജോലിയിൽ പ്രവേശിച്ചു. വായനാ ദിന പരിപാടികൾ നടത്തി. ദിനാചരണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ശ്രീ വിജേഷ് DK എല്ലാവർക്കും ചിത്രങ്ങൾ വരച്ചു നൽകുകയും
കുട്ടികൾക്ക് ചിത്രരചനയിൽ വേണ്ട അറിവുകൾ പകർന്നു നൽകുകയും ചെയ്യുന്നു. ചേട്ടനോടുള്ള നന്ദി ഈ അവസരം രേഖപ്പെടുത്തുന്നു. വിദ്യാരംഗം. സ്കൂൾ വിദ്യാരംഗം കോർഡിനേറ്ററായി ശ്രീമതി ജോസ്ന ജോസ് ടീച്ചറിനെ തെരഞ്ഞെടുത്തു. വിദ്യാരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടത്തി. സ്കൂൾ തല ഭാഷാ പ്രതിഭാ പരീക്ഷ വാങ്മയം സംഘടിപ്പിച്ചു. പരീക്ഷയിൽ ദൃശ്യാനന്ദ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. നോയൽ തോമസ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സർഗോത്സവ പരിപാടിയിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി അധ്യാപകർക്കായി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലമ്പൂരിൽ സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാലയിൽ ശ്രീമതി പ്രീസ്ലി ജോൺ ഞാൻ തന്നെ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഈ ഒരു റിപ്പോർട്ട് അവതരണത്തിൽ ഈ സ്കൂളിലെ പ്രത്യേകിച്ച് HM ജോസ്ന ടീച്ചർ, മീതു ടീച്ചർ, ജയശ്രീ ടീച്ചർ, ബ്രിജേഷ് ചേട്ടൻ എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ സമയം രേഖപ്പെടുത്തട്ടെ. ഒരു വലിയ അനുഭവമായിരുന്നു. റിപ്പോർട്ട് അവതരണത്തിനോടൊപ്പം ഞാനൊന്ന് പറയുകയാണ്, വലിയൊരു അനുഭവമായിരുന്നു. ഈ സ്കൂളിൽ നിന്നും സംസ്ഥാനതല ശില്പശാലയിലാണ് പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. 40 പേരിൽ GLPS കുന്നങ്കരിയുടെ പേരും അവിടെ വരിക എന്നുള്ളത് എനിക്കും അഭിമാനിക്കാനാണ്. എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു മുതൽക്കൂട്ടായി തന്നെ ഞാൻ ആ ഒരു സാഹിത്യ ശില്പശാലയെ കാണുന്നു. ലഹരി വിരുദ്ധ ദിനാചരണം. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജോസ്ന ടീച്ചർ കുട്ടികൾക്ക് സൂംബ ഡാൻസ് പരിശീലിപ്പിച്ചു. ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ മാലിന്യം എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കൃത്യമായി സന്ദർശിച്ച് വിരഗുളിക, അയൺ ടാബ്ലറ്റ് എന്നിവ കുട്ടികൾക്ക് നൽകി വരുന്നു. പോഷകാഹാരത്തെ കുറിച്ച് പ്രത്യേക ക്ലാസുകൾ നൽകുന്നു. ബഷീർ ദിനം, ചാന്ദ്രദിനം പരിപാടികൾ നടത്തി. ദിനാചരണത്തിന്റെ ഭാഗമായി ചിത്രരചന സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷം രാവിലെ 9-ന് HM ശ്രീമതി ഷാനി ആന്റണി ടീച്ചർ പതാക ഉയർത്തി കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കുട്ടികളുടെ വിവിധ പരിപാടികൾ നടത്തി. ഇതോടൊപ്പം തനി നാടൻ പലഹാരമേളയും സംഘടിപ്പിച്ചു. നാടൻ ഭക്ഷണമേള HM ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാ കുട്ടികളും വീടുകളിൽ നിന്ന് പലഹാരങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നു. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം ചെയ്തു. ക്ലാസ് ലൈബ്രറി. എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് ലൈബ്രറി ICT ഉപയോഗിച്ചുള്ള പ്രത്യേക വായനാ പ്രവർത്തനങ്ങൾ കൂടുതലായി നൽകുവാൻ കഴിഞ്ഞു. ലൈബ്രറി ചാർജ് യുഡൈസ് ചാർജ് ശ്രീമതി ജോസ്ന ജോസ് ടീച്ചർ, സ്കൂൾ SITC ശ്രീമതി മീതു മോഹൻ ടീച്ചർ, സമഗ്ര പ്രീസ്ലി ജോൺ എന്നിവരെ തെരഞ്ഞെടുത്തു. ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകൾ നൽകി. ആയുർവേദ ഔഷധത്തെക്കുറിച്ചും ഔഷധങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഓണാഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് വിവിധ ഓണക്കളികൾ സംഘടിപ്പിച്ചു. അക്ഷരമുറ്റം ക്വിസ് സംഘടിപ്പിച്ചു. വിദ്യാലയ സുരക്ഷാ യോഗം കൃത്യമായി സംഘടിപ്പിച്ചു. ശ്രദ്ധാ പദ്ധതി നടപ്പിലാക്കി. സവിശേഷ പരിഗണന, നിരന്തര വിലയിരുത്തൽ, ഗുണാത്മക പിന്തുണ, ലളിതവൽക്കരിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രദ്ധാ പ്രവർത്തനം ആസൂത്രണം ചെയ്തത്. രാവിലെ 9:15 മുതൽ കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകൾ നൽകുവാൻ സാധിച്ചു. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി മോണിറ്ററിംഗ് ചെയ്തു വരുന്നു. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളും കൃത്യമായി നടത്തുന്നു. സമഗ്ര ഗുണമേന്മ പദ്ധതി സഹിത വിവരങ്ങൾ പൂർത്തീകരിച്ചു. അക്കാദമിക മാസ്റ്റർ പ്ലാന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നു. സ്കൂൾ പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചു. ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. ബീറ്റ്സ് വർക്ക് ഹെവന രജി 3rd A ഗ്രേഡ് കരസ്ഥമാക്കി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഈ അവസരത്തിൽ വിജയാശംസകൾ. ഉപജില്ലാ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗണിത മാഗസിൻ കാൽക്കുലസ് A ഗ്രേഡ് ലഭിച്ചു. ശ്രീമതി മീതു മോഹൻ ടീച്ചർ ആൻഡ് ടീം എല്ലാവരോടുള്ള അഭിനന്ദനങ്ങൾ ഈ സമയം രേഖപ്പെടുത്തുന്നു. സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ കുട്ടികളെ ഉപജില്ലാ കലോത്സവത്തിനും പങ്കെടുപ്പിക്കാൻ സാധിച്ചു. കുട്ടികൾക്ക് മികച്ച ഗ്രേഡുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വിജയികൾക്ക് അനുമോദനങ്ങൾ. അതുപോലെ തന്നെ ഉപജില്ലാ സ്പോർട്സിലും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. FLS LSS 3ാം ക്ലാസ്സിന് പ്രത്യേക FLS പരിശീലനം നൽകി. ഫൗണ്ടേഷൻ ലേണിംഗ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നിരവധി പരിശീലനങ്ങൾ കുട്ടികൾക്ക് നൽകി. HM ഷാനി ടീച്ചറിന്റെ നേതൃത്വത്തിൽ LSS പരിശീലനം കൃത്യമായി നൽകുവാനും സാധിച്ചു. പഠന പിന്തുണ. രാവിലെ 9:15 മലയാളം ക്ലാസ് പ്രീസ്ലി ജോൺ, ഉച്ചയ്ക്ക് 1:15 മുതൽ ഗണിതം മീതു ടീച്ചർ, ജോസ്ന ടീച്ചർ ഇംഗ്ലീഷ് കൃത്യമായി ടൈം ടേബിൾ പ്രകാരം ക്ലാസുകൾ കൈകാര്യം ചെയ്തു.
അക്ഷരമുറ്റം സ്കൂൾ തല ക്വിസ് സംഘടിപ്പിച്ചു. 1ാം സ്ഥാനം ദൃശ്യാണ്, 2ാം സ്ഥാനം ദേവനന്ദയു കരസ്ഥമാക്കി. സ്നേഹം തീമാറ്റിക് വാരം. സ്നേഹം തീമാറ്റിക് വാരം വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. അസംബ്ലിയിൽ വിവിധ പരിപാടികൾ നടത്തി. കുട്ടികളുടെ വിവിധ സ്വഭാവ രൂപീകരണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിവുകൾ വളർത്തിയെടുക്കാനും ഇതുമൂലം സാധിച്ചു. ശ്രീമതി ജോസ്ന ജോസ് ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ കൃത്യമായി നടത്തി. ഗ്രൂപ്പിൽ വീഡിയോസ്, ഫോട്ടോസ് പങ്കുവച്ചു. ശിശുദിനം, കേരളപ്പിറവി ആഘോഷങ്ങൾ നടത്തി. ശിശുദിനത്തോടനുബന്ധിച്ച് ഹരിതസഭ രൂപീകരിച്ചു. HMന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. എക്കോ ക്ലബ് രൂപീകരിച്ചു. അതിന്റെ ഭാഗമായുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. ഹരിതകർമ്മ സേനാംഗങ്ങളുമായി കുട്ടികൾ അഭിമുഖം നടത്തി. ലോക കൈകഴുകൽ ദിനം, പക്ഷി ദിനം തുടങ്ങിയവ ആചരിച്ചു. സ്കൂൾ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. സ്കൂൾ റൈറ്റ് ഓഫ് കമ്മിറ്റി രൂപീകരിച്ചു. തനത് പ്രവർത്തനം സംഘടിപ്പിച്ചു. പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ വിവിധ പാചകക്കുറിപ്പുകൾ തയ്യാറാക്കി അവതരിപ്പിച്ചു. ഗണിത പഠനം, ഉല്ലാസ വിനോദം, ഗണിത വിജയം, കിറ്റുകളുടെ ഉപയോഗത്തോടെ ഗണിത ക്ലാസ് വളരെ രസകരമായി നടത്തുന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂൾ സന്ദർശിച്ചു. വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. എഡ്യൂക്യാം സ്കോളർഷിപ്പ്. ഈ അധ്യയന വർഷവും പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള സ്കോളർഷിപ്പിൽ കുട്ടികൾ പങ്കെടുക്കാൻ സാധിച്ചു. പ്രീ പ്രൈമറി ടീച്ചർ ജയശ്രീ ടീച്ചറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ട പരിശീലനം നൽകുന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികളും മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചു. മികച്ച ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീമതി ഷൈനി രാജു കുക്കായി രുചികരവും പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകി വരുന്നു. ആഴ്ചയിൽ 2 ദിവസം പാലും ഒരു ദിവസം മുട്ടയും, ജന്മദിനത്തോടനുബന്ധിച്ച് മറ്റ് വിശേഷ അവസരങ്ങളിൽ പായസവും സദ്യയും ചിക്കൻ കറിയും കുട്ടികൾക്ക് നൽകി വരുന്നു. കുട്ടികൾക്ക് രുചികരമായ ആഹാരം പാചകം ചെയ്യുന്ന ഷൈനി ചേച്ചിയോടുള്ള നന്ദിയും ഈ സമയം രേഖപ്പെടുത്തുന്നു. ഈ അധ്യയന വർഷം പതിപോലെ കുട്ടികൾക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളെ കൃത്യതയോടെ സ്കൂളിൽ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ശ്രീ രഘുചേട്ടനോടുള്ള നന്ദിയും ഈ സമയം രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ കുടിവെള്ളം നമുക്ക് നൽകുന്നത് ശ്രീ അജേഷ് സാമുവൽ അവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. (2025-2026) നമ്മുടെ വിദ്യാലയത്തിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളുടെ സംക്ഷിപ്ത രൂപം മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. സമയപരിമിതി മൂലം ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയാത്ത നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടത്തിയിട്ടുണ്ട്. നല്ലവരായ നാട്ടുകാരിൽ നിന്നും എല്ലാവരും നമുക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. അവർക്കുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ശക്തമായ PTയോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. നന്ദി. എന്റെ കൂട്ടുകാരെ, വിദ്യാഭ്യാസമാണ് നാടിന്റെ വളർച്ചയുടെ നട്ടെൽ. നമ്മുടെ നാടിന്റെ അഭിമാനമായി കെടാവിളക്കായി 74 വർഷക്കാലത്തോളം നിലകൊള്ളുകയാണ് നമ്മുടെ ഈ വിദ്യാലയം. ഇതെന്റെ സ്വന്തം വിദ്യാലയമെന്ന് അഭിമാനത്തോടെ നിങ്ങൾക്കും പറയാം. ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ പഠിതാവിലൂടെയും നമ്മുടെ വിദ്യാലയത്തിന്റെ മഹത്വം ഉയർന്നു കേൾക്കട്ടെ. ഈ പരിപാടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷ ശ്രീമതി ജെൻസി പി അവർകൾ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഷാൻലി ആന്റണി ടീച്ചർ, SMC ചെയർപേഴ്സണും സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീമതി കുഞ്ഞുമോൾ ഷാജി അവർകൾ, കുഞ്ഞുങ്ങൾക്കുള്ള എൻറോൾമെന്റ് വിതരണം ചെയ്യുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും പൂർവ്വ അധ്യാപികയുമായ ശ്രീമതി PN പുഷ്പമ ടീച്ചർ, നിർവഹിക്കുന്ന ശ്രീ KP സുകുമാരൻ സാർ, എത്രയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ വിദ്യാലയ മുത്തശ്ശി ഇന്ന് 74ാമത് പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഒരു നാടിന്റെ ജീവനാഡിയാണ് പൊതുവിദ്യാലയങ്ങൾ. തീർച്ചയായും ഒരു നാടിന്റെ നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടി
ജീവനാഡിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ വിദ്യാലയ മുത്തശ്ശി ഇന്ന് 74ാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കുന്നംകരി LP സ്കൂൾ. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അതിന് ഉദാഹരണങ്ങളാണ്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും നേതൃത്വത്തിൽ പൊതുവിദ്യാലയത്തിലാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഇന്ന് പഠിക്കുന്നത്. മറ്റു വിദ്യാലയങ്ങളോട് കിടപിടിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒട്ടും പുറകിലല്ല. ഞാനിത് വാചാലമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല, മറിച്ച് ഈ സമ്മാന മേശയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് ദൃശ്യമായി മനസ്സിലാവും. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹായത്തോടെ 2025-26 അധ്യയന വർഷം നമ്മുടെ ഗവൺമെന്റ് LP സ്കൂൾ കുന്നംകരിയിലെ കുഞ്ഞു മാലാഖമാർ നേടിയെടുത്ത വിജയത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഓരോ സമ്മാനങ്ങളും. എന്റെ എല്ലാ കുഞ്ഞു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരാശംസ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ നല്ലവരായ മാതാപിതാക്കൾക്കും. കാരണം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഈ പ്രദേശത്തിന്റെ ചുറ്റുപാടുകളും കെട്ടുമട്ടുകളുമൊക്കെ നമുക്ക് നന്നായി അറിയാം. നിങ്ങൾ പലരോടും പടപൊരുതിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വിദ്യാലയത്തിലേക്ക് അയക്കുന്നത്. ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ നല്ലവരായ മാതാപിതാക്കൾക്കും ഹെഡ് മിസ്ട്രസിന്റെയും അതുപോലെ തന്നെ എൻ്റെ സഹ അധ്യാപകരുടെയും പേരിലുള്ള ഹൃദ്യമായ നന്ദിയും ആശംസയും അറിയിക്കുന്നു. ഈ സമയം നമുക്കൊന്ന് പുറകോട്ട് ചിന്തിക്കാം. കുറച്ചു കാലങ്ങളായി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ കൈവരിച്ച ആ മഹിമ, ആ ഉയർന്ന ഒരു സ്ഥാനം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചതെന്ന് നമ്മുടെ സർക്കാർ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ പാഠപുസ്തകങ്ങളും സൗജന്യ യൂണിഫോമും പാഠപുസ്തകങ്ങളും എല്ലാം നമുക്ക് ലഭ്യമാക്കി തരുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നൽകുന്ന കരുതൽ നമുക്ക് വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. സർക്കാരിനോട് ചേർന്ന് അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ മാതാപിതാക്കളുടെ സഹകരണത്തോടെ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിയും നമുക്ക് ഉയർന്ന നിലയിൽ എത്തിക്കാൻ സാധിക്കും. മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ഓരോ വ്യക്തികളെയും നോക്കിയാലും നമുക്കറിയാം അവരുടെ വിദ്യാഭ്യാസമൊക്കെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ പൊതുവിദ്യാലയത്തിൽ ചേർക്കാൻ മടിച്ചു നിൽക്കാതെ നിങ്ങൾ വേണം, അധ്യാപകർ വേണം. ഇപ്പൊ നിങ്ങൾ മാതാപിതാക്കള് കുഞ്ഞുങ്ങൾ വാങ്ങിച്ച ഈ സമ്മാനങ്ങളൊക്കെ കണ്ടുവല്ലോ. അപ്പോ നമ്മുടെ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ നിങ്ങൾ വേണം പ്രവാചകന്മാരായി, ദൂതന്മാരായി മറ്റു മാതാപിതാക്കളിലേക്ക് എത്തിച്ചേരുവാൻ. ഒരിക്കൽ കൂടി ഇന്നേ ദിവസം 74ാമത് വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ വിദ്യാലയ മുത്തശ്ശിക്കും അതുപോലെ തന്നെ സമ്മാനാർഹരായ എല്ലാ കുഞ്ഞുമക്കൾക്കും അവരെ ഈ നിലയിൽ സമൂഹത്തിന്റെ ഉന്നത പദവിയിലേക്ക് എത്തിക്കുവാൻ അനുദിനം പ്രയത്നിക്കുന്ന എൻ്റെ എല്ലാ സഹ അധ്യാപകർക്കും, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസിനും അതുപോലെ തന്നെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഒറ്റ വാക്കിൽ ആശംസ അറിയിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം നിർത്തുന്നു. നന്ദി. സമ്മേളനം അധ്യക്ഷം വഹിക്കുന്ന ആരാധ്യയായ ശ്രീമതി ജെൻസി PJ അവർ ഇലക്ഷന്റെ സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യുവാനും മറ്റിതര പ്രവൃത്തികളിലൂടെ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയാതെ പോയ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മഹതികൾ, തൽക്കാലം മാറി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മഹൽ വ്യക്തികൾ, ടീച്ചർ, അധ്യാപകർ, ഇവിടെ എത്തിയിട്ടുള്ള ഈ എൻഡോവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീമതി പുഷ്പൻ ടീച്ചർ, എല്ലാവർക്കും ഇപ്പൊ സ്വാഗതം പറഞ്ഞു പോയ ടീച്ചർ, റിപ്പോർട്ട് വായിച്ച ടീച്ചർ, ഇങ്ങനെ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ചില വിഷയങ്ങളിലേക്ക് ഞാൻ വരാം. ഏറെ ആദരവോട് അറിയിക്കട്ടെ, ഞാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്.
എനിക്കതിൽ വളരെ അഭിമാനമുണ്ട്. ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവരെ ഒന്നും നിസ്സാരമായി കണ്ടുകൊണ്ടല്ല എന്റെ വാക്കുകൾ പറയുന്നത്. നാളെ എന്ന സമയത്ത് ഈ കുട്ടികൾ വളർന്ന് ഉന്നതന്മാരായി രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരും IAS-കാർ, IFS-കാർ, PhD-കാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്ന് സമൂഹത്തിന്റെ നാനാതുറകളിലും വ്യക്തിത്വം പുലർത്തേണ്ട ഈ മഹൽ പ്രഭിതികളാണ് ഈ ഇരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ 1-2 ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വന്നുകൊള്ളാം. എൻ്റെ ഓർമ്മയിൽ ഇന്നിവിടെ എൻഡോവ്മെന്റ് പുരസ്കാരം സമർപ്പിക്കുന്ന, എൻഡോവ്മെന്റ് പുരസ്കാരം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ പേരിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു തുക അല്ലെങ്കിൽ ഒരു സംഭാവന, അത് നൽകുന്നത് ബഹുമാനപ്പെട്ട ടീച്ചറാണ്, പുഷ്പമ്മ ടീച്ചർ. ഈ പുഷ്പമ്മ ടീച്ചർ ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് നേരെ കീഴോട്ട് എറയത്തിൽ നിന്ന് വെള്ളം വീണാൽ അവരുടെ വീട്ടിൽ വീഴുമായിരുന്നു. അത്ര ചേർന്നാണ് ഇവർ താമസിച്ചു കൊണ്ടിരുന്നത്. ലോകത്തിലെ ഒരു മനഃശാസ്ത്രപരമായ ഒരു നല്ല കാര്യം ഈ കുടുംബത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് അവർക്ക്. പുഷ്പമ്മ ടീച്ചറുടെ അമ്മ, അവർക്ക് 4 മക്കളുണ്ട്. പൊന്നമ്മ ടീച്ചർ, കനകമ്മ ടീച്ചർ, പിന്നെ പൊന്നമ്മ ടീച്ചർ, പുഷ്പമ്മ ടീച്ചർ. ഈ 4 പേരും അവരുടെ പ്രിയപ്പെട്ട മാതാവ് ഗർഭിണിയാകുമ്പോൾ ഈ 4 പ്രാവശ്യം ഗർഭിണിയായപ്പോഴും, അത് പറയുമ്പോൾ അതാണ് മനഃശാസ്ത്രപരമായ ഒരു നല്ലത് നമ്മൾ അമ്മമാരെ മനസ്സിലാക്കേണ്ടത്. ഈ സ്കൂളിലെ പഠിപ്പിക്കുന്ന കുട്ടികളും അധ്യാപകരും ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു നല്ല തുമ്മൽ ഒരു ടീച്ചർ നടത്തിയാൽ ഉടൻ തന്നെ ആ ടീച്ചർ അപ്പുറത്തുള്ള ജാനകി അമ്മയ്ക്ക് കേൾക്കാൻ കഴിയും, അറിയാൻ കഴിയും. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന നിലയിൽ 4 പ്രാവശ്യവും ഈ 4 കുട്ടികളും ഈ സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകർ പറയുന്നതും അവർ കേൾക്കുന്നതും അവരുടെ സംവാദവും കേട്ട് ഗർഭസ്ഥ ശിശുവായി വളരുവാൻ ഭാഗ്യം കിട്ടിയ 4 പേരാണ്. അവർ 4 പേരും ഇന്ന് അധ്യാപകരായി തീർന്നു. ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഏതൊരമ്മമാരും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. തന്റെ ഗർഭം തുടങ്ങുന്ന കാലഘട്ടം മുതൽ നമ്മൾ പറയേണ്ട വാക്കുകൾ, പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ, ചെയ്യേണ്ട പ്രവൃത്തികൾ, ചിന്തിക്കേണ്ടത് എന്നിവയെ കുറിച്ച് മനഃശാസ്ത്രം പറയുന്നു. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ നിങ്ങളുടെ തലമുറയെ വന്നു ചേരും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ 4 ടീച്ചർമാർ. ഞാൻ ഏറെ ആദരവോടെ പറയുന്നു, നിങ്ങളെ അല്ല ഞാൻ ബഹുമാനിക്കുന്നത്, നിങ്ങളുടെ മാതൃത്വം, ആ ശ്രേഷ്ഠ മാതൃത്വത്തെ, ആ ജാനകി അമ്മയെ ഏറെ ആദരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. ഈ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടെ, കുന്നംകരിയിൽ MA പാസ്സായിട്ടുള്ള ആദ്യത്തെ വ്യക്തി, അദ്ദേഹത്തിന്റെ അനുജത്തി MA BEd. ഒന്ന് ആലോചിക്കണം, അന്നത്തെ കാലത്ത് MA BEd പാസ്സാകുന്ന ഒരാളെന്ന് പറയുന്നത് ഈ കുന്നംകരിക്ക് തിലകമായിട്ട് അവരെ ആദരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പല പ്രാവശ്യം. പക്ഷെ ഇന്ന് അവരില്ല. ഏറെ ആദരവോടെ പറയട്ടെ, ആ വിദ്യാഭ്യാസ ശാഖ അവരിന്നും എളിമയുടെ പര്യായമായി പവിത്രമായ ഇന്നലകളുടെ ചിന്താഗതികളെ, ഞാൻ എങ്ങനെ വളർന്നു വന്നു, എങ്ങനെ ഇവിടം വരെ ആയി എന്നുള്ള മനോഹരമായ ആ ചിന്താഗതികൾ വെച്ചു പുലർത്തിക്കൊണ്ട് ഇന്നും എളിമത്വത്തിന്റെ പര്യായമായി, സ്നേഹത്തിന്റെ പര്യായമായി ഈ കുന്നംകരിയിൽ നടന്നു നീങ്ങുന്ന ടീച്ചറമ്മയോട്, ശ്രീമതി പുഷ്പമ്മയും ടീച്ചറിനോട് ഏറെ ആദരവോടെ നന്ദിയോടുകൂടി ഈ എൻഡോവ്മെന്റ് ഏർപ്പെടുത്തുന്ന ഈ മഹാപ്രസ്ഥാനത്തെ ഒന്ന് ആദരിച്ചുകൊണ്ട്, ഒരു കൈയൊടി കൊടുത്തുകൊണ്ട് നമുക്ക് ആദരിക്കാം. നമസ്തേ, നമസ്തേ. എനിക്ക് ഈ എൻഡോവ്മെന്റ് വിതരണം ചെയ്യാൻ ഭാഗ്യം കിട്ടിയത് തന്നെ എന്റെ പുണ്യമായി കണക്കാക്കിക്കൊണ്ട് ആർക്കൊക്കെയാണോ പേര് വിളിച്ചാൽ ഞാനത് ചെയ്യാം. എല്ലാ നന്മകളും ഈ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ. നാളെയുള്ള വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം, ഈ ടീച്ചറിനോടൊപ്പം, ഈ ഇവിടുത്തെ അധ്യാപകരോടൊപ്പം, ഇവിടുത്തെ PTA-യോടൊപ്പം ഞാനും ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, അതിന് എന്ത് വരുന്നാലും ഞാൻ ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ ഈ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട പുഷ്പം ടീച്ചറിനെയും എല്ലാവരെയും വാനോളം ദൈവ തുല്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അധ്യാപകർ തൻ പരിശോക്തി കേട്ടിട്ടുത്താരു കത്താ മഹത്വമെത്ത ശാണോപനത്തിൽ ഉണവാർന്ന രക്തം ചോണീശമൂർധാവിൽ വിളങ്ങിടുന്നു. ഭഗവാനെ, അധ്യാപകർ തല്ലുകയും വഴക്കു പറയുകയും ചെയ്യുന്നത് കേട്ട് മനസ്സ് ഉരുകിയിട്ട് വേണം അവർ നാളെ രാജാവായി തീരുവാൻ. ആ സന്ദേശം നൽകുന്ന ഈ അധ്യാപകർക്ക് ഓരോരുത്തർക്കും അവരുടെ പുത്രമിത്ര കളത്രാദികൾക്ക് അവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ, നിറഞ്ഞ സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാവിലെ 9 മണി തൊട്ട് 9:45 വരെ ടീച്ചർ അസുഖമൊന്നും ഇല്ലെങ്കിൽ കൃത്യമായിട്ട് വരികയും കുട്ടികളെ എത്ര മലയാളം പഠിക്കാത്ത പിള്ളേരെ ടീച്ചർ തല കഷ്ടപ്പെട്ടിട്ടാണേലും പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വളരെ വളരെ റെയറായിട്ടുള്ള കുട്ടികൾക്ക് അത് കിട്ടാത്തതുള്ളൂ. ബാക്കി എത്ര പുറകോട്ട് കിടക്കുന്നവരെയാണേലും ടീച്ചർ വളരെ രസകരമായ ഗെയിമിലൂടെ ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം ആ ടീച്ചറാണ് മലയാളത്തിലെ നല്ല പ്രഗത്ഭയാണ്. ടീച്ചർ മലയാളം പാണ്ഡിത്യത്തിൽ അല്ലേ ഒക്കെ എടുക്കേണ്ട ഒരു ടീച്ചറായിരുന്നു. ഇനിയാണ് ടീച്ചറിന് പഠിക്കാൻ അവസരമുണ്ട്. ടീച്ചർ മലയാളം MA ടീച്ചറൊക്കെ എടുക്കാനുള്ള അവസരമുണ്ട്. അപ്പം മലയാളം നമുക്ക് നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. നമ്മൾ എത്ര ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലും ആദ്യമേ അത് മനസ്സിലാക്കുന്നത് മലയാളത്തിലെത്തിക്കും അല്ലേ. നമ്മുടെ മലയാളം പഠിപ്പിക്കാൻ പ്രത്യേക ഒരു കഴിവുള്ള ടീച്ചറാണ് പ്രീസി ടീച്ചർ. പക്ഷെ എനിക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, ഓരോ വിഷയം പഠിപ്പിക്കാനാണ് കഴിവ്. പക്ഷെ ഇവിടെ പ്രീസി ടീച്ചറിന് മലയാളം പഠിപ്പിക്കാനുള്ള കഴിവാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. നമ്മുടെ മാതാവിനെ പോലെ തന്നെ നമ്മൾ സ്നേഹിക്കേണ്ട ഭാഷയാണ് മലയാളം. നമ്മൾ ഏതൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആദ്യം നമ്മുടെ ബുദ്ധി അത് മനസ്സിലാക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലായിരിക്കും. എന്നിട്ട് നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരിക്കും ഇംഗ്ലീഷിൽ. അതുകൊണ്ട് ചില മനുഷ്യർക്കാണെങ്കിൽ വലിയ കുറവാണ്. മലയാളം അറിയാം എന്ന് പറയുന്നത് കുറവും മലയാളം അറിയത്തില്ല എന്ന് പറയുന്നത് വളരെ ക്രെഡിറ്റ് ആയിട്ടുമാണ് ഏതാനും ആളുകൾ ഇന്നത്തെ കാലത്തെ കൊണ്ട് നടക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ സാറ്? ശരിയല്ലേ? അപ്പം നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും അത് മലയാളിയാ, ഇന്ത്യക്കാരന് മലയാളിയാന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് മലയാളം പഠിപ്പിക്കുന്ന ആ ടീച്ചറിനെ, നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഈ ഒരു ആദരം കൊടുക്കാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ടീച്ചറിന് ഈ അവസരത്തിൽ ഞാൻ ആശംസ അർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കുന്നങ്കേരി സ്കൂളിൻ്റെ പേര് സംസ്ഥാനത്തിൽ പറയാൻ കാരണക്കാരിയാക്കിയതിനുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. Standard 2, Juvana Raji. Standard 3, Noel Thomas. Standard 4, Rishya Anand. പ്രത്യേക പ്രോത്സാഹനം സ്റ്റാൻഡേർഡ് 3 എൻവോൾവ്മെന്റ്. Eric Lino, 3rd prize. Rafael Sijo Jacob, 4th rank. Daya Shaibin, 5th rank.
അടുത്ത ക്യാഷ് അവാർഡ് കൂടെ നൽകുന്നതാണ്. ധ്രുവ് മനു, സെക്കൻഡ് റാങ്ക്. നമിത ഷെറി, സെക്കൻഡ് റാങ്ക്. ഹന്ന സുസൻ, തേർഡ് റാങ്ക്. അഷ്ണവ് ഹരീഷ്, ഫോർത്ത് റാങ്ക്. ആരവ് പ്രവീൺ, ഫോർത്ത് റാങ്ക്. മാധവ് ബി, റിഷാൻ സോബി. അഭിനന്ദ് മനോജ്. അടുത്തത് സ്പോർട്സ് മെഡലാണ് നൽകുന്നത്. സ്പോർട്സ് മെഡൽ നൽകുന്നതിനായി HM ഷാലിനി ടീച്ചറിനെ ക്ഷണിച്ചോളൂ. Giovanna Reggie, 100 meter race. Navandiga Manu, 50 meter race. Noel Thomas, 100 meter long jump. Alvin K. Kuriakos, 100 meter. Helena Reggie, 100 meter. Devananda U, 50 meter race. Abhishek Shaiju, 100 meter. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. തോമസ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പദ്യം ചൊല്ലൽ ഇംഗ്ലീഷ്, ഹെവന റജി. പദ്യം ചൊല്ലൽ അറബിക്, നോവൽ തോമസ്. പദ്യം ചൊല്ലൽ തമിഴ്, അതിഥി പ്രതീഷ്. പദ്യം ചൊല്ലൽ കന്നഡ, ദർശന ആനന്ദ്.
ചിത്രരചന പെൻസിൽ നോയൽ തോമസ്. കഥാകഥനം ജുവന റജി. അഭിനയഗാനം മലയാളം എലിഷ ലിനു. അഭിനയഗാനം ഇംഗ്ലീഷ് വൈഷ്ണവി MP. കടങ്കഥ നോയൽ തോമസ്. പ്രസംഗം മലയാളം ദൃശ്യ ആനന്ദ്. അടുത്തത് ദർശന ആനന്ദ്, ജുവന റജി, ദൃശ്യ ആനന്ദ്, അതിഥി പ്രതീഷ്, അവന്തിക വിജേഷ്, ദേവനന്ദ യു, ഹെവന റജി. അടുത്തതായി ദേശഭക്തി ഗാനം ദൃശ്യ ആനന്ദ്, ദർശന ആനന്ദ്, ദേവനന്ദ യു, അവന്തിക വിജേഷ്, ഹെവന റജി. വൈഷ്ണവി MP. രണ്ടാം സ്ഥാനം ദേവനന്ദ യു. അടുത്തതായി നമ്മുടെ സ്കൂളിന് വളരെയധികം അഭിമാനം നൽകുന്ന ഒരു മുഹൂർത്തമാണ് കടന്നു വരാൻ പോകുന്നത്. വെളിയനാട് ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഗണിത മാഗസിൻ വിഭാഗത്തിൽ A ഗ്രേഡ് നേടി നമ്മുടെ സ്കൂളിന് അഭിമാനമായ കാൽക്കുലസ് എന്ന ഗണിത മാഗസിനുള്ള അംഗീകാരമാണ് അടുത്തത്. ഗണിതത്തോടുള്ള താല്പര്യവും സൃഷ്ടിപരമായ ചിന്തയും ഈ മാഗസിനിലൂടെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രിയ ബഹുമാനപ്പെട്ട അധ്യാപിക ശ്രീമതി മീതു മോഹനാണ്. ടീച്ചറിനെയും ചിത്രരചനാ പ്രവർത്തനങ്ങളിൽ വളരെയേറെ സഹായിച്ച നമ്മുടെ സ്വന്തം ശ്രീ ബ്രിയേഷ് DK ചേട്ടനെയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് 3-4 കുട്ടികളെയും ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഈ നേട്ടം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിന്ന എല്ലാ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. സമ്മാനദാനം നിർവഹിച്ച ജുവന റജി, പേപ്പർ ക്രാഫ്റ്റ്. വെജിറ്റബിൾ പെയിന്റിംഗ് ദേവനന്ദ യു. ഫാബ്രിക് പെയിന്റിംഗ് അതിഥി പ്രതീഷ്. अगरबत्ती मेकिंग दृश्य आनंद. बीड्स वर्क हेवना रजी.
Coconut shell product, Darshana Anand. Diya Vinod. Denita Shibu. Navandika Manu. Ayan Aravind Verma. Shivani MB. Adit Pradesh. Ashwin Ramesh. Dheeraj AS. Ami Joseph. Dhyan AS. Alvin K. Kuriakos. Abhishek Shaiji. Eric Leno. Rafael Sijo Jacob. Daya Shaibi. Daya Shaibi. Thank you, Jana. Dhruv Manu. Namida Sharif. Anna Susan. Ashraf Harish. Arav Praveen. Arav Praveen. Arav B. Rishant Saudi. Abdul Manoj. സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി മീതു മോഹൻ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രക്ഷകർത്താക്കളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, എൻ്റെ കുഞ്ഞുമക്കളെ, 74ാം വാർഷികം ആഘോഷിക്കുന്ന